إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات കഴിഞ്ഞ ഖുതുബയിലൂടെ കുടുംബബന്ധം എങ്ങനെ ചേർക്കണമെന്നും അത് ഏതൊക്കെ നിലക്കാണെന്നും നമ്മൾ വിശദീകരിച്ചിരുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിലത്തുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബബന്ധം പുലർത്തുക എന്നുള്ളതിൽ വീഴ്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ അടുത്ത കുടുംബത്തോട് മാത്രം ബന്ധങ്ങൾ പുലർത്തുകയും സിലത്തുണ്ടാവുകയും എന്നാൽ കുറച്ച് അകന്ന കുടുംബത്തോട് യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഉള്ളത്. അതേപോലെ തന്നെ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകൾ വളരെ അടുത്ത കുടുംബത്തിൽ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്നതിനപ്പുറം ഗുരുതരമായ തിന്മകളും തെറ്റുകളും ചെയ്യുന്നവരുമുണ്ട്. നമുക്കറിയാം, പല വീടുകളിലും വളരെ അടുത്ത ഉമ്മയും ഉപ്പയും വേറിട്ട് നിൽക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ മക്കൾ ഉമ്മയോടകന്നു നിൽക്കുന്ന അവസ്ഥ, മക്കൾ ഉപ്പയോടകന്നു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും കൂടി മക്കൾ ഒരു സൈഡാക്കുന്ന അവസ്ഥ, അല്ലെ മക്കളും വാപ്പയും കൂടി ഉമ്മയെ സൈഡാക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിൽപ്പെട്ടതല്ലെങ്കിലും നല്ല ഇഹ്സാനോടുകൂടി പരസ്പരം മവദ്ദത്തുണ്ടാവാൻ, ഇണക്കമുണ്ടാവാൻ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ കുടുംബവുമായിട്ടും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കുടുംബവുമായിട്ടും നല്ല ഇണക്കത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവർ പരസ്പരം ഇഹ്സാൻ കാണിക്കുക, നന്മ കാണിക്കുക, ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ഇണക്കമില്ലാത്ത കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹുസ്നുൽ ഖുൽഖ്, നല്ല സൽസ്വഭാവത്തിൽപ്പെട്ട ക്ഷമയില്ലാത്തതുകൊണ്ട്, വിട്ടുവീഴ്ചയില്ലാത്തതുകൊണ്ട്, കാര്യത്തിന്റെ ഗൗരവം ഹദീസുകളുടെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലാണ് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും. ഇന്ന് സമൂഹത്തിൽ കൂടുതലായുമുള്ളൊരു സംഭവമാണല്ലോ നമുക്കെല്ലാം പരിചയമുള്ള ഭാര്യ ഭർത്താവിന്റെ ഉമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ കാരണം ഒന്നുകിൽ രണ്ടാളെയും കുഴപ്പമായിരിക്കും, അറിവില്ലാത്തത് കൊണ്ടോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ സബർ കാണിക്കുന്ന, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന, ഇൽമ് പഠിക്കുന്ന, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകൾക്കിടയിലാണ് ഇന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. അപ്പൊ ഏതായാലും ബന്ധങ്ങൾ നമ്മൾ പുലർത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധമാകുമ്പോൾ അത് വളരെ നിർബന്ധ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കുടുംബ ബന്ധം ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ അകന്ന കുടുംബമായാലും അടുത്ത കുടുംബമായാലും എല്ലാവരോടും നല്ല നിലയിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മവദ്ദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പറഞ്ഞതൊന്നുമില്ലാതെ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബങ്ങളിൽ അകൽച്ചകൾ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തഅല്ലമു മിൻ അൻസാബിക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. മാ തസിലൂന ബിഹി അർഹാമക്കും, ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ചേർക്കേണ്ട, നിങ്ങൾ ബന്ധം സ്ഥാപിക്കേണ്ട ആളുകൾ ആരാണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താണ്, ഞാനും അവരും തമ്മിലുള്ള അടുപ്പം എന്താണ്, എന്റെ ഉപ്പയും അവരും തമ്മിലുള്ള അടുപ്പം എന്താണ്, ഇങ്ങനെ ആ ബന്ധങ്ങൾ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന സിലത്തുർ റഹിമി, ഈ കുടുംബ ബന്ധങ്ങൾ പരസ്പരം ചേർക്കുക എന്നുള്ളത് മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ, അഹ്ലുകാരിൽ, കുടുംബങ്ങളിൽ നല്ലൊരു ഇണക്കമുണ്ടാക്കുന്നതാണ്. മസ്റാത്തുൻ ഫിൽ മാൽ, അതാണ് കുടുംബബന്ധം ചേർക്കുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ നൽകുന്ന വലിയൊരു ഗുണമാണ്, ഫദ്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, മസ്റാത്തുൻ ഫിൽ മാൽ, അത് സമ്പത്ത് വർദ്ധിക്കാൻ ഒരു കാരണമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസഅത്തുൻ ഫിൽ അസർ, മൻസഅത്തുൻ ഫിൽ അസർ, ഒരാളുടെ ആയുസ് അത് പിന്തിപ്പിക്കപ്പെടാൻ, കുറച്ചുകൂടി അവന് കൂട്ടി ലഭിക്കാൻ, ആയുസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരാളുടെ ആയുസ് വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കുന്ന എന്നുള്ള ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി, ആരെങ്കിലും തന്റെ റിസ്ഖിൽ, തന്റെ ഉപജീവനത്തിൽ വിശാലമാക്കപ്പെടണമെന്ന്, ഒരു വിശാലത ലഭിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വയുൻസ ലഹു ഫി അസരിഹി, തന്റെ ആയുസ് ഒന്ന് ദീർഘിപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യസിൽ റഹ്മ, അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് ഹദീസും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹ് അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഏതായാലും ഈ ഹദീസിലൊക്കെ നമുക്ക് അറിയിച്ചു തരുന്ന കാര്യം എന്താ? കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് വലിയൊരു ഗുണമാണ്. നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകും, നമ്മുടെ ആയുസ് വർദ്ധിക്കും. അപ്പോ ആയുസ് വർദ്ധിക്കുക, റിസ്ഖ് വർദ്ധിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. അതെന്താ? നമ്മുടെ അവധി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖദ്ദറാക്കപ്പെട്ടതാണല്ലോ, അത് ഖദറാക്കി നിർണയിക്കപ്പെട്ടതാണല്ലോ, പിന്നെ അതെങ്ങനെ മാറ്റം വരുന്നത് എന്നൊരു സംശയം ഉണ്ടായേക്കാം. മഹാനായ ഇമാം അൻ-നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്ലിമിന്റെ ശറഹിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, തന്റെ ഉപജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും എന്ന് പറഞ്ഞാൽ തൗസിഉഹു വകസ്റതുഹു, അവന്റെ ധനത്തിൽ അല്ലാഹു ഒരു വിശാലത നൽകും, അങ്ങനെ അവൻ ആധിക്യമുണ്ടാവും. വഖീല അൽ ബറകത്തു ഫീഹ്, അവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇമാം അൻ-നവവി റഹ്മഹുല്ലാ വിശദീകരിക്കുന്നത് കാണാം,
വഅമ്മ തഅഖീറു ഫിൽ അജലി, ഒരാളുടെ ആയുസ് കുടുംബബന്ധം കാരണം പിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഫഫീഹി സുആലുൻ മശ്ഹൂർ, നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം അതിൽ കിടക്കുന്നുണ്ട്. അതെന്താ? വഹുവ അന്നൽ ആജാല വൽ അർസാഖ മുഖദ്ദറ, ഒരു മനുഷ്യന്റെ എപ്പം മരണപ്പെടും, എത്ര കാലം ജീവിക്കണമെന്നും അവന്റെ ഉപജീവനമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കപ്പെട്ടതാണല്ലോ. ലാ തസീദു വലാ തൻഖുസ്, അത് കൂടുകയുമില്ല കുറയുകയുമില്ലല്ലോ. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരാൾക്ക് അവരുടെ മരണത്തിന്റെ അവധി എത്തിയാൽ ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നു വഅജാബൽ ഉലമാഉ ബിഅജ്വിബ, അതിൽ ഉലമാക്കൾ വ്യത്യസ്ത ആൻസറുകൾ, മറുപടികൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അസ്സഹിഹു മിൻഹാ, ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അസ്സഹിഹു മിൻഹാ, അതിൽ ശരിയായത് അന്ന ഹാദിഹി സിയാദ ബിൽ ബറക ഫി ഉംരി, അവന്റെ ആയുസ്സിൽ, അവൻ ജീവിക്കുന്ന ആയുസ് കാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വത്തൗഫീഖ് ലിത്താഅത്ത്, കുറച്ചു കാലമാണ് ജീവിക്കുന്നതെങ്കിലും ആ ജീവിതം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. വഇമാറത്തി ഔഖാതിഹി ബിമാ യൻഫഉഹു ഫിൽ ആഖിറ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അവൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവന്റെ സമയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കാനുള്ള, പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ അതിനുവേണ്ടി അവന്റെ സമയങ്ങൾ സജീവമാക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വസിയാനതിഹാ അനിദ്ദയാഇ ഫി ഗൈരി ദാലിക്, അതല്ലാത്ത പരലോകത്ത് ഉപകാരപ്പെടാത്ത വേണ്ടാത്ത കാര്യങ്ങൾ അത് ചെയ്ത് സമയം നഷ്ടപ്പെടുക, ദുനിയാവിൽ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതിൽ നിന്നും ആ സമയത്തെ അവന് സുരക്ഷിതമാക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് ഒരഭിപ്രായം. അഥവാ കുറച്ചു കാലമാണ് ജീവിക്കുന്നതെങ്കിലും അല്ലാഹുവിന്റെ ബർക്കത്ത് അവന്റെ ആയുസ്സിലുണ്ടാകും. അവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. അവൻ വേണ്ടാത്ത കാര്യങ്ങൾ അവന്റെ സമയങ്ങളിൽ അവൻ ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വസാനി, രണ്ടാമത് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, സ്വഹീഹായ അഭിപ്രായം, അന്നഹു ബിന്നിസ്ബത്തി ഇലാ മാ യസ്ഹറു ലിൽ മലായിക, അത് മലക്കുകൾക്ക്, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് അത് മലക്കുകൾക്ക് വെളിവാകുന്നതിനനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ഫയസ്ഹറു ലഹും ഫിൽ ലൗഹ്, ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾക്ക് പ്രകടമാവുക അന്ന ഉംറഹു 60 സന, ഇന്ന ആളുടെ വയസ്സ് 60 വർഷമാണ്. ഇല്ലാ അയ്യസില റഹ്മ, കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആയുസ് 60 വയസ്സാണ്. ഇനി ഫഇൻ വസലഹ, അവൻ കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ സീദലഹു 40, 40 വർഷം കൂടി അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നിങ്ങനെയാണ്. അങ്ങനെ ഹദീസിന്റെ വാഹിറായ നിലക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാഹി അങ്ങനെ വാഹിറായ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാൽ ഈ മാനകളൊക്കെ സ്വഹീഹാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇന്ന മനുഷ്യൻ ഇത്രകാലം കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിൽ ഇത്രയാണ് അവന്റെ ആയുസ്, കുടുംബബന്ധം ചേർത്താൽ ഇത്ര കൂടി അവന് വർദ്ധിപ്പിക്കും എന്ന് മലക്കുകൾക്ക് ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കി കൊടുക്കുന്നതാണ്. അതനുസരിച്ചാണ് ഈ ഹദീസിൽ വന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം വസാലിസു അന്നൽ മുറാദ ബഖാഉ ദിക്രിഹിൽ ജമീൽ, ചില പണ്ഡിതന്മാർ അൽ ഖാദി അദ്ദേഹം അങ്ങനെ വിധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ നല്ല ഗുണം മരിക്കാത്തവനെ പോലെ ആളുകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടേയിരിക്കും, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഖാദി വിധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ദഈഫുൻ ഔ ബാത്തിലുൻ, അത് ദുർബലമോ അല്ലെങ്കിൽ ബാത്തിലോ ആണെന്ന് ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലാഹു അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ചൊരിയും, അല്ലെങ്കിൽ മലക്കുകൾക്ക് പ്രകടമായതുപോലെ കുടുംബബന്ധം ചേർത്താൽ ഇത്ര,
കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിൽ അതിലും കുറവ് എന്നിങ്ങനെ മലക്കുകൾക്ക് ബിന്നിസ്ബ മലക്കുകളിലേക്ക് അവർക്ക് പ്രകടമായത് പരിഗണിച്ചു നോക്കുമ്പോഴാണ്. ഏതായാലും ഈ ഒരു വലിയ ഗുണം കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ഒരു മുസ്ലിമിന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങൾ ആരൊക്കെയാണ്? ഉപ്പയുമ്മയുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾ ആരൊക്കെയുണ്ട്? അവരുമായിട്ട് എന്താണ് ഞാൻ ബന്ധം? അത് കുറച്ചകന്നവനായാലും അടുത്തവനായാലും അവനോട് നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കണം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സലാം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ സദഖ നൽകിക്കൊണ്ടോ ഏതെല്ലാം നിലക്ക് നമുക്ക് കഴിയോ ആ നിലക്കൊക്കെ നമ്മൾ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കണം. ഈ ഹദീസ് മനസ്സിലാക്കിയ മഹാനായ സഹാബാക്കളൊക്കെ ആളുകളോട് ഉപദേശിച്ചതും ഈ ഒരു കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചൊരു കാര്യം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മിമ്പറുകളിൽ നിന്ന് ആളുകളോട് പറയുകയാണ്, തഅല്ലമൂ അൻസാബക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ പഠിക്കണം. സുമ്മ സിലു അർഹാമക്കും, അത് പഠിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങൾ ബന്ധങ്ങൾ ചേർക്കണം. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നഹു ലയകൂനു ബൈന അർറജുലി വബൈന അഖീഹി ശൈ, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഒരു മനുഷ്യന്റെയും അവന്റെ സഹോദരന്റെ ഇടയിൽ വല്ല ഒരു ഷൈ ഉണ്ടായി, വല്ല തർക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി. വലൗ യഅലമുല്ലദീ ബൈനഹു വബൈനഹു മിൻ ദാഖിലത്തിർ റഹിം, അങ്ങനെ അവർക്കിടയിലുള്ള ആ കുടുംബ ബന്ധം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഔസഅഹു ദാലിക അൻ ഇന്തിഹാകിഹി, അവന്റെ മാനം, തന്റെ മറ്റുള്ളവന്റെ മാനം കെടുത്തുന്നതിൽ നിന്നും അവനെ ആ കുടുംബ ബന്ധം തടയുമായിരുന്നു എന്നാണ്. ചില ആളുകൾ തർക്കിക്കുന്നുണ്ടാവും, അവൻ അറിയുകയില്ല എന്റെ ഉപ്പയുടെ ഇന്ന ബന്ധക്കാരനാണ് ഇവനെന്ന്. അവൻ തർക്കിക്കുകയോ അല്ലെങ്കിൽ വല്ല പ്രശ്നം നടത്തുകയോ ചെയ്യുകയാണ്. ആ സമയത്തെങ്ങാനും അതൊരു കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളാണ് എന്നവന് മനസ്സിലാക്കിയാൽ ആ സഹോദരന്റെ മാനം തകർക്കുന്നതിൽ നിന്നും ആ കുടുംബ ബന്ധത്തിലൂടെ മനസ്സിലാക്കിയത് കൊണ്ട് അതവനെ തടയുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയ മഹാനായ അലി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഉപദേശിച്ചു, ഇഹ്ഫദൂ അൻസാബക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ സൂക്ഷിച്ചാൽ, നിങ്ങൾ പഠിച്ചാൽ തസിലു അർഹാമക്കും, ആ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കാം, നിങ്ങൾക്ക് ആ ബന്ധങ്ങൾ ചേർക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഫഇന്നഹു, അപ്പോൾ തീർച്ചയായും കാര്യം, ലാ ബുഅദ ബിർറഹിം ഇദാ ഖറബത്, ഒരാൾക്ക് കുടുംബ ബന്ധം കൊണ്ട് ഒരു അകൽച്ചയെ ഉണ്ടാവുകയില്ല. ഇദാ ഖറബത്, കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് നന്മകൾ ചെയ്തുകൊണ്ട് അവരോട് സില ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് അങ്ങനെ അടുക്കുമ്പോൾ അവൻ ഒരിക്കലും കുടുംബ ബന്ധം കൊണ്ട് ഒരു അകൽച്ചയുണ്ടാവുകയില്ല. വഇൻ കാനത് ബഈദ, ആ വ്യക്തി തന്റെ കുടുംബ ബന്ധത്തിന്റെ മർത്തബയിൽ, പദവിയിൽ വിദൂരമാണെങ്കിലും ശരി, അവൻ വിദൂരത്താണെങ്കിലും ശരി, അവനിലേക്ക് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർക്കിടയിൽ ഒരിക്കലും കുടുംബ ബന്ധം കാരണത്താൽ ഒരു അകൽച്ച ഉണ്ടാവുകയില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ഖുർബ ബിഹാ, കുടുംബ ബന്ധം കൊണ്ട് തന്നെ അടുപ്പവും ഉണ്ടാവുകയില്ല. ഇദാ ബഅദത്, ആ കുടുംബ ബന്ധത്തിൽ ഉള്ള കുടുംബ ബന്ധം ചേർക്കാതെ അകലുമ്പോൾ, വഇൻ കാനത് ഖരീബതൻ, അതിന് അടുത്ത ആളായാലും ശരി, അടുത്ത ബന്ധക്കാരനാണ്, സ്വന്തം സഹോദരനാണ്, പക്ഷെ അവനോട് ബന്ധങ്ങളില്ലെങ്കിൽ അവനോടൊരു അടുപ്പവുമില്ല. കുടുംബ ബന്ധം ചേർക്കാതിരുന്നാൽ അവനോടൊരു അടുപ്പവും ഉണ്ടാവുകയില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വകുല്ലു റഹ്മിൻ, ഈ എല്ലാ കുടുംബ ബന്ധങ്ങളും ആതിയത്തുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. അമാമ സാഹിബിഹാ, ആ കുടുംബ ബന്ധത്തിന്റെ ഉടമയുടെ മുമ്പിൽ ആ കുടുംബ ബന്ധം വരുന്നതാണ്. തശ്ഹദു ലഹു ബിസ്വില ഇൻ കാന വസലഹ, ദുനിയാവിൽ ആ കുടുംബ ബന്ധം ചേർത്തവനാണെങ്കിൽ ആ കുടുംബ ബന്ധം കാരണമായി കൊണ്ട് ആ കുടുംബ ബന്ധം അവന് വേണ്ടി സാക്ഷി പറയുന്നതാണ്. ഇനി വഅലൈഹി, ആ സാഹിബിനെ എതിരായിക്കൊണ്ട് കുടുംബ ബന്ധം പറയും ബിഖതിഅ ഇൻ കാന ഖതഅഹ, കുടുംബ ബന്ധം ദുനിയാവിൽ മുറിച്ച ഒരാളാണെങ്കിൽ അവൻ ആ കുടുംബ ബന്ധം മുറിച്ച കാരണം കൊണ്ട് നാളെ പരലോകത്ത് വെച്ച് ആ കുടുംബ ബന്ധം
അവനെതിരായി സാക്ഷി പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്നും മനസ്സിലാക്കി മഹാനായ അലി റളിയല്ലാഹു അൻഹു നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അത് വളരെ ആസമായ, വളരെ മഹത്തായ വാജിബാത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. അതെന്താ? നമ്മുടെ റിസ്ഖിൽ, ദുനിയാവുള്ള നമ്മുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത, ബർക്കത്ത് നമുക്ക് ഇട്ടുതരും. അതേപോലെ നമ്മുടെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്തും, അതേപോലെ തന്നെ ആയുസ്സിൽ ദൈർഘ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ റോമിലുണ്ടായിരുന്ന ചക്രവർത്തി ഹിർഖലിന് സന്ദേശം അയച്ചു. ആ സന്ദേശം അബൂ സുഫിയാനെ കൊണ്ട് അവിടെ നിർത്തി തന്റെ ട്രാൻസ്ലേറ്ററെ വെച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ സുദീർഘമായ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതിൽ അവസാനം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാദാ യഅ്മുറുക്കും, ഈ നബി, ആ മുഹമ്മദ് എന്ന ആൾ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പോ അബൂ സുഫിയാൻ കൊടുക്കുന്ന മറുപടി, റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവോട് ഒന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. വത്റുകൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്ന കെട്ടുകഥകളെ നിങ്ങൾ ഉപേക്ഷിക്കണം. വയഅ്മുറുനാ ബിസ്സലാഹ്, അദ്ദേഹം ഞങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ അഫാഫ്, ചാരിത്ര ശുദ്ധി, വസ്സിദ്ഖ്, സത്യസന്ധത. എന്നിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വസ്സില, കുടുംബ ബന്ധം ചേർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ആദ്യം ഒരു സന്ദേശത്തിന്റെ വളരെ മുഖ്യമായ, മുഹിമ്മായ ഒരു കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലഘട്ടത്തിൽ ആ റോമിലുള്ള ചക്രവർത്തിക്ക് അയച്ച സന്ദേശത്തിലൂടെ അത് വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗുണങ്ങളൊക്കെ ആയുസ് വർദ്ധിക്കുകയും ബർക്കത്തുണ്ടാവുകയും സമ്പത്തിൽ ബർക്കത്തും ആധിക്യവും ഉണ്ടാവുകയും ചെയ്യും. അത് ലഭിക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു, അമ്മാ ബഅദ്. കുടുംബ ബന്ധം ചേർക്കുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. കുടുംബ ബന്ധം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു മറ്റൊരു ഗുണമാണ്, സലഫുകളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് ഒരാളെ അല്ലാഹു നിന്ദിക്കുകയില്ല. അതെന്താ അതിന് തെളിവ്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇഖ്റഅ ബിസ്മി ഇറങ്ങുന്ന സമയത്ത് ആ സന്ദർഭവും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയത്തോടുകൂടി വീട്ടിലേക്ക് ഓടിപ്പോയി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോവുകയും കാര്യം വിശദീകരിക്കുക ചെയ്തപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചൊരു വാക്ക് ഹദീസിലുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. കല്ലാ, വേണ്ട, വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ, നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കുകയില്ല. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാരണമായി ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറഞ്ഞത് എന്താ? ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. എന്നിട്ട് പല ഗുണങ്ങളും പറഞ്ഞു. താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിന്ദിക്കുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് വെച്ചതുകൊണ്ട് തന്നെ സലഫുകളായ പണ്ഡിതന്മാർ ബന്ധങ്ങൾ ചേർക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമായി എണ്ണിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾ ചേർക്കുന്ന വ്യക്തിയെ ഒരിക്കലും നിന്ദിക്കുകയില്ല എന്നാണ്. മാത്രവുമല്ല, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും
അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൻതല്ലദീ തസ്ഉമു അന്നക റസൂലുള്ളാഹ്, നീയാണോ അള്ളാഹുവിന്റെ റസൂൽ എന്ന് വാദിക്കുന്ന ആൾ എന്ന് വന്ന മനുഷ്യൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ ഞാനാണ്. അപ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. എന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് പറഞ്ഞത് സുമ്മ സിലത്തുർ റഹിം, പിന്നെ കുടുംബബന്ധം ചേർക്കലാണ്. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. പിന്നെ ഏതാണ്? അവിടെയും പറഞ്ഞു സുമ്മ ഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്. കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതും വലിയൊരു ഗുരുതരമായ തെറ്റാണ്. ദുനിയാവിലും പരലോകത്തും ശിക്ഷ ലഭിക്കാൻ, വേഗത്തിൽ ശിക്ഷ ലഭിക്കാൻ ഒരു കാരണവും കൂടിയാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയ മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറ. ഒരു മനുഷ്യന് ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ വളരെ വേഗത്തിലാക്കുന്ന ഒരു പാപവുമില്ല. ദുനിയാവിൽ ശിക്ഷ വേഗത്തിലാക്കുക എന്നുള്ളതോടൊപ്പം മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറ, പരലോകത്തേക്ക് വേറെ ഉണ്ടാവും. അപ്പൊ ദുനിയാവിൽ വളരെ വേഗത്തിൽ കിട്ടും, അതോടൊപ്പം പരലോകത്തും ലഭിക്കുന്ന ഒരു ശിക്ഷയുമില്ല. മിനൽ ബഗി, അതിക്രമത്തെക്കാളും വഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നതിനേക്കാളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ബഗി എന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, അക്രമങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുക എന്നുള്ളതൊക്കെ ബഗിയിൽപ്പെടും. അതേപോലെ ദുനിയാവിൽ വളരെ വേഗത്തിൽ ശിക്ഷ ലഭിക്കാനും അതോടൊപ്പം പരലോകത്തും കിട്ടുന്നതായ ഒരു കുറ്റമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബബന്ധം മുറിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മഹാനായ ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ കുഫറല്ലാലോ, അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അവിടെ രണ്ട് നിലക്ക് ചിന്തിക്കണം. ഒന്ന്, കുടുംബബന്ധം മുറിക്കൽ ഹറാമാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി അവൻ കുടുംബബന്ധം മുറിക്കുന്നത് ഹലാലാണ് എന്ന് വാദിച്ചാൽ അവൻ കാഫിറാണ്. അവൻ നരകത്തിൽ എന്നെന്നും ഖാലിദാണ്, ശാശ്വതനാണ്, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയില്ല എന്ന് വെക്കണം. അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സാബിക്കീങ്ങളായി മുൻഗണനവരായി പ്രവേശിക്കുന്ന ആളുകളെ കൂടെ പ്രവേശിക്കാതെ അവൻ ചെയ്ത തെറ്റിന് അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന നിലക്കാണ്. ഈ രണ്ട് നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചതായി കാണാം. ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്ലിമിന്റെ ശറഹിൽ വിശദീകരിച്ചത് കാണാം. ഏതായാലും ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചത് കുടുംബബന്ധം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. കുടുംബബന്ധം മുറിച്ചാൽ അതിന്റെ ഗൗരവങ്ങൾ വളരെ ഗുരുതരമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ദുനിയാവിന്റെ തിരക്കിലൂടെ സമ്പത്തിന് വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ മറന്നു പോവുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം കുടുംബങ്ങൾ ഒന്നിച്ചു പോകാനുള്ള ആ ഒരു സ്വഭാവ രീതി നമ്മൾ പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഭർത്താവിന്റെ ഉപ്പയോടും ഉമ്മയോടും അല്ലെങ്കിൽ തിരിച്ചും എല്ലാ രീതിയിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാനോ അല്ലെങ്കിൽ അറിവില്ലാത്തവരാണെങ്കിൽ അവരെ നല്ല നിലയ്ക്ക് നസീഹത്ത് ചെയ്ത് അങ്ങനെ മുന്നോട്ട് മവദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഹദീസുകളും അതിന്റെ ഗൗരവവും അതിന്റെ പ്രതിഫലവും നമ്മൾ മനസ്സിലാക്കണം.
അപ്പോഴേ ആ നിലക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണക്കത്തോടുകൂടി ജീവിക്കുന്ന ആളുകളായി, ഹക്കിന്റെ ആളുകളായി മരിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.